വിലക്കയറ്റമുണ്ടായപ്പോൾ സർക്കാർ കാഴ്ചക്കാരായി നോക്കി നിന്നില്ലെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. പൊതുവിപണിയിൽ ഉള്ളതിനേക്കാൾ പകുതി വിലയ്ക്ക് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിലൂടെ ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞുവെന്നും മന്ത്രി 24 പറഞ്ഞു. വിശപ്പുരഹിത കേരളം നടപ്പാക്കാനായത് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി. എല്ലാവർക്കും റേഷൻ കാർഡ്, ആദിവാസി ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ എന്നിവ എത്തിക്കാനായത് വിജയകരമായെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 10 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്കാണ് ഈ ഗവൺമെൻറ് പുതിയ കാർഡും മുൻഗണനാ കാർഡും കൊടുത്തത്. അനർഹർ കൈവശം വെച്ചിരുന്ന മുൻഗണനാ കാർഡെടുത്ത് 6.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് BPL കാർഡ് കൊടുക്കാൻ കഴിയും. ആദിവാസി സങ്കേതങ്ങളിൽ, ഉന്നതികളിൽ അവരുടെ കൺമുന്നിലേക്കാണ് ഭക്ഷ്യധാന്യം എത്താൻ പോകുന്നത്. വിവിധ മേഖലകളെ സഹകരിപ്പിച്ചുകൊണ്ട് പരാതി ഇല്ലാത്ത വിധത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിച്ചത് നേട്ടമായെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഓണക്കാലത്ത് സംസ്ഥാനത്തുണ്ടായ വിലക്കയറ്റത്തിൽ സർക്കാർ സപ്ലൈകോ വഴി നടത്തിയ വിപണി ഇടപെടലും വലിയ നേട്ടമായി മന്ത്രി ചൂണ്ടിക്കാട്ടി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.